നമുക്ക് കിട്ടിക്കുന്നത് ഐഫോൺ XR എന്ന് പറഞ്ഞൊരു മോഡലാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫുള്ളി ഡെഡായിട്ട് വന്നതാണ്. അതായത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡെഡായി പോയി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കസ്റ്റമർ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ DC ഞാൻ കേബിൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫുൾ ഷോട്ടാണ് കാണിക്കുന്നത്. ഹാഫ് ഷോട്ടോ ലീക്കേജോ അല്ല, ഫുൾ ഷോട്ടാണ് കാണിക്കുന്നത്. പിന്നെ ബോർഡ് അയച്ചു നോക്കുന്ന സമയത്ത് സർവീസോ കാര്യങ്ങളോ ചെയ്യാത്ത നീറ്റ് ബോർഡാണ്. ഒരു നീറ്റ് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സർവീസർക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതെന്തായാലും ഓക്കെ ആക്കാൻ പറ്റുന്നുള്ളത്. ഇതിപ്പോൾ എന്തായാലും ഞാൻ ആ സമയത്ത് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ DC കണക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സെക്ഷനിൽ ചാർജിങ് ഐസി നേരെ താഴത്തുള്ളതുകൊണ്ട് അതായിരുന്നു ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ആ അയച്ച ഷീൽഡ് വെറുതെ ആയിപ്പോയി. പക്ഷേ താഴത്ത് VDD മെയിനാണെന്നുള്ള എന്തായാലും മനസ്സിലായി. കാരണം താഴത്ത് ഷോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മേളിൽ അധികം ഷോട്ട് വരാറുണ്ട്, അതായത് CPU സെക്ഷനിൽ കൂടെ ഷോട്ട് വരാറുണ്ട്. അപ്പോൾ CPU സെക്ഷനിലുള്ള നമുക്ക് ഈ ഷീൽഡ് നമ്മൾ മാക്സിമം കട്ട് ചെയ്തെടുക്കാണ്ട് ഇതേപോലെ അയൺ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോട്ട് ഫൈൻഡ് ചെയ്ത് തിരിച്ച് അതേപോലെ തന്നെ റീഫിക്സ് ചെയ്യുക ഷീൽഡ്. ഓക്കെ, എന്നതിന് ശേഷം ഓരോ സെക്ഷൻ നോക്കുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ എന്തായാലും ഷോട്ട് കാണിക്കും. പക്ഷേ നമുക്ക് ഈ ആദ്യം മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുക, ജസ്റ്റ് കാണുന്നുണ്ടോ, കരിഞ്ഞ് കാണുന്നുണ്ടോ എന്നുള്ളത്. ചിലതൊക്കെ കപ്പാസിറ്റർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഞാനങ്ങനെ നോക്കി, അങ്ങനെ കപ്പാസിറ്റർ അവിടെയും കാണുന്നില്ല. അതായത് ആ സെക്ഷനിലും ഞാൻ അയച്ച മറ്റേ ഷീൽഡ് വെറുതെ ഫെയിലായിപ്പോയി. പക്ഷേ VDD മെയിനാണ്, എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകുന്നുണ്ട്. ഈ ഒരു സംഭവം എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് എന്നല്ല, ഒരു തെർമൽ ക്യാമറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര മെനക്കെട്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എനിക്കിതിൽ ഇരുന്ന് ചെക്ക് ചെയ്തപ്പം ഏതാ സെക്ഷനെന്ന് മനസ്സിലായി. ആ സെക്ഷനിലുള്ള മറ്റേ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഷോട്ട് മനസ്സിലായി. ഷോട്ട് ഞാൻ ക്ലിയർ ചെയ്ത് എന്നതിന് ശേഷം നമ്മൾ ആ ഷീൽഡ് കാര്യങ്ങൾ തിരിച്ച് റീഫിക്സ് ചെയ്തിട്ട് സോൾഡറിങ് ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ആക്കിക്കുന്ന സമയത്ത് സാധനം ഫുൾ ഓൺ ആയിട്ടുണ്ട്. അതായത് ഷീൽഡ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പൊരിച്ചെടുക്കാണ്ട് തിരിച്ച് അതേപോലെ തന്നെ റീഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൃത്തി തന്നെ ഉണ്ടാവും. പക്ഷേ വേറൊരു സെക്ഷനിലാണ് ഷോട്ട് ഉണ്ടായിരുന്നത്. ഏത് സെക്ഷനിലായിരിക്കും എനിക്ക് ഷോട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏത് മോഡൽ കംപ്ലൈൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മളെ ബയോയുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ തുറക്കാൻ പറ്റുമെങ്കിൽ ഷെയർ തുറക്കുക. അപ്പോൾ ഓക്കെ, ബൈ.